നമുക്കിതിന് മുമ്പ് 2 വീഡിയോസ് ഈ ചാപ്റ്ററിൻ്റെ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. പാർട്ട് 1 പാർട്ട് 2 മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് എന്ന് പറഞ്ഞിട്ട് പാർട്ട് 1 പാർട്ട് 2 എന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ബേസ് പോലും അറിഞ്ഞുകൂടാത്ത കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന പോർഷൻ പിന്നീടായിരിക്കും വരുന്നത്. അപ്പോൾ അതെല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാണ് പോകുന്നത്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നന്നായി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് നല്ല ഉപകാരപ്പെടും. അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സർക്കിൾ എക്സാക്റ്റ്ലി ഫിറ്റിംഗ് ഇൻസൈഡ് ദ സ്ക്വയർ. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. ഇതിന് മുമ്പുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അത് സർക്കിളിനകത്തായിരുന്നു സ്ക്വയർ ഫിറ്റ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ സ്ക്വയർ വരച്ചിരുന്നത്. ഇനി ഇതിലിപ്പോൾ സർക്കിളിന് പുറത്താണ് സ്ക്വയർ. അപ്പോൾ നേരത്തെ പോലെ തന്നെ നമ്മുടെ സ്ക്വയറിൻ്റെ ഏരിയയും കാണണം, സർക്കിളിൻ്റെ ഏരിയയും കാണണം. എന്നിട്ട് നമുക്കതിൻ്റെ പ്രോബബിലിറ്റി കാണാം. ഞാൻ ആ ഫിഗറിനെ റീഡാഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡയമീറ്റർ വരച്ചു. ഡയമീറ്റർ എന്ന് പറയുന്നത് 2r ആണ് അല്ലേ. അതായത് ഇതുതൊട്ട് ഇതുവരെ റേഡിയസ് ആണ്, അതുപോലെ ഇതുതൊട്ട് ഇതുവരെയും റേഡിയസ് ആണ്. അതേ ലൈൻ തന്നെയാണ് ഈ കടന്നു പോകുന്നത്, അതായത് നമ്മുടെ സ്ക്വയറിൻ്റെ ഓരോ വശവും. അപ്പോൾ ഇതിനെ 2r എന്ന് പറയാം. ഓരോ വശത്തിനെയും നമുക്ക് 2r എന്ന് പറയാം അല്ലേ. എന്തുകൊണ്ടാണ്? ഈ സർക്കിള് സ്ക്വയറിൽ ടച്ച് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ആ ഡയാമീറ്റർ തന്നെയാണ്, ആ ഡയമീറ്ററിൻ്റെ അതേ അളവ് തന്നെയാണ് സ്ക്വയറിൻ്റെ ഓരോ സൈഡും. ഡയമീറ്റർ എന്ന് പറയുന്നത് 2r ആണ്, 2r അല്ലേ. സെൻറ്റർ മുതൽ ഇതുവരെ 6 ആണ്, അതുപോലെ സെൻറ്റർ മുതൽ ഇതുവരെ 6 ആണ്. അപ്പോൾ 2r ആണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഡയമീറ്ററിൻ്റെ അതേ അളവാണ് അല്ല സ്ക്വയറിൻ്റെ ഓരോ സൈഡിനെയും 2r എന്ന് പറയാം. അപ്പോൾ നമുക്കിനി സ്ക്വയറിൻ്റെ ഏരിയ കാണുക, സർക്കിളിൻ്റെ ഏരിയ കാണുക, എന്നിട്ട് പ്രോബബിലിറ്റി കാണുക. ആദ്യം ഏരിയ ഓഫ് സ്ക്വയർ. ഏരിയ ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറയുമ്പോൾ 2r ഇൻറ്റു 2r. ദാറ്റ് മീൻസ് 4r സ്ക്വയർ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഏരിയ ഓഫ് സർക്കിൾ അല്ലേ. ഏരിയ ഓഫ് സർക്കിൾ എന്താണ്? ഏരിയ ഓഫ് സർക്കിൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? πr സ്ക്വയർ. πr. ഇനി പ്രോബബിലിറ്റി കാണാം. പ്രോബബിലിറ്റി എങ്ങനെയാണ്? ഗ്രീൻ പാർട്ടിൻ്റെ ഡോട്ടാണല്ലേ, ഗ്രീൻ പാർട്ടിൻ്റെ പ്രോബബിലിറ്റിയാണ് കാണുന്നത്. അപ്പം ഏരിയ ഓഫ് ദി സർക്കിൾ, ഏരിയ ഓഫ് ദി സർക്കിൾ πr സ്ക്വയർ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ദി സ്ക്വയർ 4r സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ r സ്ക്വയറും വെട്ടിപ്പോയി, π ബൈ r എന്ന് π ബൈ 4 അല്ലേ. r സ്ക്വയർ വെട്ടിപ്പോയി, ബാലൻസ് ഉള്ളത് π ബൈ 4 എന്ന്. ഇത് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എ ട്രയാങ്കിൾ ഗോട്ട് ബൈ ജോയിനിങ് ആൾട്ടർനേറ്റീവ് വെർട്ടീസസ് ഓഫ് എ റെഗുലർ ഹെക്സഗൺ. അപ്പോൾ ഒരു റെഗുലർ ഹെക്സഗണിൻ്റെ ആൾട്ടർനേറ്റീവ് വെർട്ടീസസ് തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്താണ് ഗ്രീൻ ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഡോട്ട് ഇട്ടാൽ ഇതിനകത്ത് എന്തുമാത്രം ഡോട്ട്സ് വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. സെൻറ്ററിൽ വെച്ചിട്ട് നമ്മളത് 3 ട്രയാങ്കിളാക്കി മാറ്റും അല്ലേ. അല്ലാതെ തന്നെ 3 ട്രയാങ്കിൾ ആൾറെഡി ഉണ്ട്. അപ്പം മൊത്തത്തിൽ ടോട്ടൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 6 ആണ് അല്ലേ. ഇതിനകത്ത് 3 പുറത്ത് 3 6. ഇനി ഗ്രീൻ ട്രയാങ്കിൾ 3. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റിയോ 3/6, ദാറ്റ് ഈസ് 1/2. ഇതിനൊക്കെ പേര് കൊടുക്കാം കേട്ടോ. പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തു, ഏത് പേര് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത എ റെഗുലർ ഹെക്സഗൺ ഫോംഡ് ബൈ ജോയിനിങ് 2 equilateral overlapping triangles.
ഒരു റെഗുലർ ഹെക്സഗൺ ഫോം ചെയ്തിട്ടുണ്ട്. അത് 2 ഇക്വിലാറ്ററൽ ഓവർലാപ്പിംഗ് ട്രയാങ്കിൾസ്, അതായത് 2 ഒന്നിന് പുറത്തെ ഒന്ന് വെച്ചിട്ടാണ് റെഗുലർ ഹെക്സഗണിനെ ഫോം ചെയ്തെടുത്തിരിക്കുന്നത്. എങ്കിൽ ഈ ഗ്രീൻ പോർഷനിൽ ഡോട്ട് ഇടാൻ അല്ലേ, ഡോട്ട് ഇട്ടാൽ ഗ്രീൻ പോർഷനിൽ എത്ര ഡോട്ട് വീഴാം, അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ ഹെക്സഗൺ അല്ലേ, 2 ഓവർലാപ്പിംഗ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വെച്ച് ഫോം ചെയ്തിരിക്കുന്ന ഈ ഹെക്സഗണിനെ ഞാൻ എല്ലാ വെർട്ടീസസും തമ്മിൽ വരച്ച് യോജിപ്പിച്ചപ്പോൾ ഇതിനകത്ത് 6 ട്രയാങ്കിൾ ഫോം ചെയ്തു അല്ലേ. ഗ്രീൻ പാർട്ടിൽ 6 ട്രയാങ്കിൾ, അതിൻ്റെ പുറത്തും 6 ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പം മൊത്തം എത്ര ട്രയാങ്കിൾസാണ്? ടോട്ടൽ ട്രയാങ്കിൾസ് 12. ടോട്ടൽ ട്രയാങ്കിൾസ് 12. ടോട്ടൽ ഗ്രീൻ ട്രയാങ്കിൾസ് 6 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 6/12, ദാറ്റ് മീൻസ് 1/2. അപ്പോൾ ഇതിനും പേരൊക്കെ കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക, ഏത് പേര് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതിൻ്റെ ലോജിക്ക് മനസ്സിലായല്ലോ അല്ലേ? നമുക്ക് ആ കാര്യം മനസ്സിലായാൽ മതി അല്ലേ? അത് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്, വളരെ സിമ്പിളാണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക.